എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നാളുകളിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ വിശ്വാസ കണ്ണുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. നമ്മുടെ കർത്താവ് ഇനാക്റ്റീവ് അല്ല, തൻ്റെ സഭയിൽ സജീവമായി കർത്താവ് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ നിരന്തരം നവീകരിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. കർത്താവ് താൻ തിരഞ്ഞെടുത്തവരുടെ ജീവിതങ്ങളിലൂടെ ഈ തലമുറയ്ക്ക് ആവശ്യമായ വിധത്തിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവൻ ജീവൻ്റെ കർത്താവാണ്. ഇറ്റ്സ് എ ലിവിങ് ഗോഡ്, ജീവിക്കുന്ന ദൈവം. നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. നമ്മൾ കാണുന്നുണ്ട് അല്ലേ, നിന്റെ പരിപാലകൻ ഉറങ്ങുന്നവനല്ല, ഉറക്കം തൂങ്ങുന്നവനല്ല. 24 മണിക്കൂറും ഉണർവോടെ നമ്മെ കാക്കുന്ന, കരുതുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഈ സങ്കീർത്തന വചനങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ഇത് വായിച്ചു പോകാനുള്ള ഒരു വാക്യമല്ല സഹോദരങ്ങളെ. വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിലെ കൃപ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വചനമാണ്. ഇത് ആത്മാവിൻ്റെ വചനമാണ്. നമ്മെ പരിപാലിക്കുന്ന കർത്താവ് മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ ആക്റ്റീവായി, സജീവമായി, ജാഗ്രതയോടെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വചനത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ശിഷ്യന്മാരെ എല്ലായിടത്തും പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുക. ഈ ഒരു തിരിച്ചറിവ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുണ്ടാകണം. ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ തനിയെ കർത്താവ് വിട്ടിരിക്കുകയല്ല സഹോദരങ്ങളെ. പലപ്പോഴും നമ്മുടെ മാനുഷികമായ ചില ബുദ്ധിമുട്ടുകളിലും വേദനകളിലും പ്രയാസങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കായി പോയോ, തനിച്ചായി പോയോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ കർത്താവിൻ്റെ സത്യവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ശുശ്രൂഷകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ച കർത്താവ് കൂടെയുണ്ട്, കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അവരോടുകൂടെ പ്രവർത്തിച്ചു, അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റണം. ആ കർത്താവിനെ നിരന്തരം കാണുവാനും കേൾക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം തീഷ്ണതയുള്ളതായി, ജ്വലനമുള്ളതായി, അല്ലെങ്കിൽ കൃപയുള്ളതായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ മന്ദോഷത പിടിച്ച, മന്ദത ബാധിച്ച, അല്ലെങ്കിൽ അനാസ്ഥയുള്ള, അശ്രദ്ധയുള്ള ആത്മാക്കളായി മാറിപ്പോകും. നമ്മൾ ലൂസായി, നമ്മുടെ സ്പിരിച്വൽ പവർ, നമ്മുടെ അനോയിൻറ്റിങ് ലൂസായി നമ്മളറിയാതെ ലൂസായി പോകും. നിന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെ കാണുവാനും കേൾക്കുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. കൂടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, മക്കളുള്ള ബന്ധത്തിൽ അത് ഫലദായകമായി ഇത്രത്തോളം ഇത് എത്തുവാനും വളരുവാനും സാധ്യമായത് കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഇത് കർത്താവിന്റെ വിശ്വസ്തതയാണ്. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവ്, കൂടെ വ്യാപരിക്കുന്ന, കൂടെ നടക്കുന്ന കർത്താവ്. പലപ്പോഴും ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെ രാജാവാണ്. കർത്താവിൻ്റെ മാനസപുത്രനായിരുന്ന ദാവീദ്. ഈ ദാവീദിൻ്റെ രാജകീയ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ താൻ അനുഭവിച്ചു.
കണ്ണുനീരുകളിലൂടെയും സംഘർഷങ്ങളിലൂടെയും സ്വന്തം കുടുംബത്തിൽ പോലും അവൻ ഒരുപാട് അസ്വസ്ഥതകളുണ്ടായി. മക്കൾ പോലും തനിക്കെതിരെ തിരിയുന്നൊരവസ്ഥ, തൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, പ്രത്യാശിക്കാൻ ഒരു വകയുമില്ലാത്ത വിധത്തിൽ പലപ്പോഴും തകർന്നു പോകുന്ന പല സാഹചര്യങ്ങൾ ദാവീദിൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുണ്ടായി. അങ്ങനെയുള്ളൊരു സമയത്ത് ദാവീദിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ച പ്രാർത്ഥനയാണത്. നമുക്ക് പലർക്കും സുപരിചിതമായ സങ്കീർത്തന വചനങ്ങളാണിത്. 121 സങ്കീർത്തനം 1-2 വചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. എല്ലാ സാഹചര്യങ്ങളും തനിക്കെതിരെ പ്രതികൂലമായി നിൽക്കുകയാണ്. തൻ്റെ സ്വന്തം മക്കൾ പോലും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുന്നു, താൻ ഒറ്റപ്പെട്ടു പോകുന്നു, തനിക്കെല്ലാം നഷ്ടപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ദാവീദ് പറയാണ്, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. അന്ന് പർവ്വതം എന്ന് പറയുന്നത് അത് വെറും ഒരു മലയല്ല സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം അധിവസിക്കുന്ന ഇടങ്ങളാണ് ഈ പർവ്വതങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ മൊണോസ്ട്രികൾ, ആശ്രമങ്ങൾ ഇതൊക്കെ മലമുകളിൽ പണിയുക. ലോകത്തിന് വേർപെട്ട്, ലോക അരൂപിയിൽ നിന്ന്, ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ നിന്നൊക്കെ വേർപെട്ടുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നൊരു അനുഭവമാണ് ഈ മൊണോസ്ട്രികൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറയുന്നത്, ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ നോക്കി. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ, ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇത് രണ്ടും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും അല്ലേ? ചില സാഹചര്യത്തിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയുണ്ടാവും. നമുക്ക് ഒരു മനുഷ്യൻ പോലും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. രണ്ടാമത്, പ്രിയപ്പെട്ടവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, നമ്മുടെ ഉറ്റവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർ ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നമ്മളെ ഒന്ന് സഹായിക്കാനോ നമുക്ക് വേണ്ടത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഇപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. ഞാൻ നമ്മുടെ പറയട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവും, കുടുംബ ജീവിതത്തിലുണ്ട്, ഉണ്ടാവുമല്ലോ. നമുക്ക് പലർക്കും ഇതുപോലുള്ള പല അവസ്ഥകൾ, അനുഭവങ്ങളൊക്കെ ഉണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ജീവിതത്തിൽ, നമ്മുടെ സുവിശേഷ വേലകളിൽ, ആത്മീയ ശുശ്രൂഷ മേഖലകളിലെല്ലാം ഇതുപോലെയുള്ള സഹനത്തിൻ്റെ, വേദനയുടെ, കണ്ണുനീരിൻ്റെ, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം ആര് സഹായിക്കും? ഇത് മുന്നോട്ട് പോകാൻ ആര് സഹായിക്കും? ഈ ശുശ്രൂഷകൾ നിലനിൽക്കുവാൻ ആര് സഹായിക്കും? ഈ സാഹചര്യത്തെ മറികടക്കുവാൻ ആര് സഹായിക്കും? ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ആര് സഹായിക്കും? നമ്മളൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ അല്ലേ? ഒത്തിരി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിന്തകളും വികാരങ്ങളുമാണ് ഈ വചനത്തിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അനേക പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇത്രയും വലിയ മാധ്യമ ശുശ്രൂഷമായി മുന്നോട്ട് പോകുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ കാര്യങ്ങൾ നടക്കും? ആര് സഹായിക്കും? സഹായം എവിടെ നിന്ന് വരും? ഒന്നല്ല രണ്ടല്ല, അനേക പ്രാവശ്യം പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് സഹോദരങ്ങളെ, ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദാവീദിന് നിശ്ചയമുണ്ടായിരുന്നു, ദാവീദിന് അത്ര ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഫെയ്ത്തിനെ കുറിച്ച്, ആ ഫെയ്ത്താണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരു മനുഷ്യൻ സഹായിക്കാനില്ലാത്ത ഇത്രമാത്രം കൊടിയ പ്രതിസന്ധിയിൽ തന്നെ അകപ്പെട്ടിരിക്കുമ്പോൾ ദാവീദ് പ്രത്യാശയോടെ പറയുന്ന വിശ്വാസത്തിൻ്റെ വചനം എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു വായിക്കണം. രണ്ടാമത്തെ വചനം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. 121:2. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച
കർത്താവിൽ നിന്ന്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. എനിക്ക് സഹായം വരുന്നത് കർത്താവാണ് എന്നെ സഹായിക്കുന്നത്. അവനാണ് എൻ്റെ സഹായം. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. ഈ ദുരിതങ്ങളിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. ഈ കഷ്ടതകളിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. ഈ പ്രതിസന്ധിയിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. നമ്മുടെ മിനിസ്ട്രിയെ കർത്താവ് സഹായിക്കും. മിഷനെ സഹായിക്കും. ഈ വേലയെ കർത്താവ് സഹായിക്കും. ഈ ശുശ്രൂഷകളെ കർത്താവ് സഹായിക്കും. നിന്റെ കുടുംബത്തെ കർത്താവ് സഹായിക്കും. മക്കളെ സഹായിക്കും. ഈ ഒരു ഉറപ്പ് എൻ്റെ സഹോദര സഹോദരി നിനക്കുണ്ടോ? ഇതാണ് കർത്താവിനെ അറിയേണ്ടത്. നമ്മളിന്ന് കർത്താവിൻ്റെ വചനത്തിനായി കൂടി വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുക, ഈ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടോ? എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും. ഏത് സാഹചര്യത്തിലും, ഏത് നേരത്തും, ഏത് കാലത്തും, ഏത് സമയത്തും എന്നെ സഹായിക്കുവാൻ ശക്തനും അതിയായവനുമാണ് എൻ്റെ കർത്താവ് എന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ? ഈ വിശ്വാസത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ഫെയ്ത്ത് ഉണ്ടാകണം. പൂർണ്ണമായി ആശ്രയ ബോധം ഉണ്ടാവണം. ഇത് എപ്പോഴാണ് ദാവീദ് പറയുന്നത്? പ്രതീക്ഷയ്ക്കൊരു വകയില്ലാത്ത സമയത്ത്, പ്രത്യാശയ്ക്ക് ഒന്നുമില്ലാത്ത സമയത്ത്. എല്ലാം ഓപ്പോസിറ്റാണ്, എല്ലാം നെഗറ്റീവാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ. അങ്ങനെയൊരു സമയത്ത് ദാവീദ് പറയുന്നത്, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ ശക്തി യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥനയുടെ ശക്തി യാഥാർത്ഥ്യമാണ്. അതൊരു കടങ്കഥയല്ല, കെട്ടുകഥയല്ല, ഒരു മിഥ്യ ചിന്തയല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ശക്തി യാഥാർത്ഥ്യമാണ്. 100% അത് സത്യമായ ഉറപ്പുള്ള കാര്യമാണ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞത്? അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ഉച്ചത്തിൽ പറഞ്ഞ് എന്തും, അല്പൂടെ സ്വരത്തിൽ പറഞ്ഞ് എന്തും. അവിടെ വേറെ ക്ലോസ് ഒന്നും വെച്ചിട്ടില്ല, എന്തും. പക്ഷെ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, അത് ദൈവവചന പ്രകാരമുള്ളതായിരിക്കും. വെറും ലൗകികമായ ലോകപരമായ നമ്മുടെ സുഖത്തിനും നമ്മുടെ ഇച്ഛകൾക്കും വേണ്ടി കുറെ കാര്യങ്ങൾ ചോദിക്കലല്ല. ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള ആത്മീയമായ ഭൗതികമായ എന്ത് കാര്യവും നീ ചോദിച്ചോ, വിശ്വാസത്തോടെ ചോദിച്ചോ, ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഇത് കർത്താവിന്റെ വചനമാണ്. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ലഭിക്കുക തന്നെ, എന്തും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്തും, വിശ്വാസത്തോടെ യാചിക്കുന്ന എന്തും അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നത് ശരിയായ വിശ്വാസത്തോടു കൂടിയാണോ? അതാണ് ചോദ്യം. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യം നീ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ശരിയായ വിശ്വാസത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കുന്നത്? വെറും പ്രാർത്ഥനയ്ക്കല്ല, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം ലഭിക്കുന്നത്. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് അത്ഭുത ശക്തിയുള്ളത്. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ഫലദായകമായിട്ടുള്ളത്. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ പരിപാലനയെ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാക്കുന്നത് വിശ്വാസത്തിന്റെ കുറെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചല്ല സഹോദരങ്ങളെ. വിശ്വാസം, പൂർണ്ണമായ ഫെയ്ത്ത്. എന്തൊരു ഉറപ്പതാവ്, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. സഹായിക്കൊരു മനുഷ്യനില്ല. 1% പോലും പ്രത്യാശിക്കാൻ വകയില്ലാത്ത സമയത്താണ് ദാവീദ് പറയുന്നത്, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. അതല്ലേ ഫെയ്ത്ത്.
ഈ ഫെയ്ത്ത് വേണം നിനക്ക് പ്രാർത്ഥിക്കാൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് അത്ഭുതം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം നിങ്ങൾ എടുക്കുക, 18-ാം അധ്യായം 41 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. അനന്തരം ഏലി ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരുമ്പുന്നു. വിശ്വാസത്തിൽ പ്രവാചകൻ കാണുകയാണ്, മഴയുടേതായ ഒരു ലക്ഷണവുമില്ല, ഒരു ചെറിയ കാർമേഘം പോലുമില്ല, ആകാശം തെളിഞ്ഞു നിൽക്കുകയാണ്. പ്രവാചകൻ പറയാണ്, വലിയ മഴ ഇരുമ്പാൻ പോവാണ്. മാനുഷികമായി ചിന്തിച്ചാൽ ഇതിനെ ഭ്രാന്ത് എന്നല്ലാതെ, ഇതിന് മെന്റൽ എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പ്രവാചകൻ അപ്രകാരം പറഞ്ഞത്? അദ്ദേഹം വിശ്വാസത്തിൽ കാണുകയാണ്. കർത്താവ് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിക്കും. വിശ്വാസിക്കുക. അവിടെ ഫെയ്ത്താണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആഹാബും കൂടെയുള്ളവർ മറ്റും പലരും അവർ കാണുന്നത് തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനാണ്, നല്ല പ്രകാശം, മഴ ഇരുമ്പാൻ പോവാന്ന് എന്തെങ്കിലും പറയും. ഇതൊക്കെ ചിന്തിക്കുന്നത് പലരും. എലിയ പറഞ്ഞു, എലിക്ക് അതൊന്നൊരു വിഷയമല്ല, വലിയ മഴ ഇത് ഇരുമ്പാൻ പോവാന്ന് പറഞ്ഞു. തുടർന്ന് എലി എന്തു ചെയ്തു? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസത്തിൽ അവൻ കണ്ടത് അത് പ്രാപിക്കുവാൻ, അത് സംഭവിക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ കാണുന്നത്. വിശ്വാസത്തോടെ ഇന്ന് പലതും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നടക്കാത്തത്? വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന നിന്നിൽ നിന്ന് ഉയരുന്നില്ല. നീ കുറേയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും സംശയമാണ്, പ്രാർത്ഥിക്കുമ്പോഴും നിരാശയാണ്, പ്രാർത്ഥിക്കുമ്പോഴും സങ്കടമാണ്, പ്രാർത്ഥിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കുമ്പോഴും വിഷാദമാണ്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്, ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ സഹായം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നത്. എൻ്റെ സഹോദരങ്ങളെ, വലിയ മഴ ഇരുമ്പുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എലിയുടെ വഴിക്ക് പോലെ ചെയ്ത് ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കാണും. അദ്ദേഹം എന്ത് ചെയ്തു? 42-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച്, ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കർമ്മൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. മധ്യപൂർവേശിലെ സ്ത്രീകൾ പ്രസവവേദന, ഇറ്റുനോവ് അത് കൃത്യമായി വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പോസ് അല്ലെങ്കിൽ ഒരു ശാരീരിക രീതിയാണെന്നത് പറയുന്നത്. എൻ്റെ സഹോദരൻ, കൊണ്ട് വിശ്വാസത്തോടെ ആ ഹൃദയ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ മഴ ഇരുമ്പുന്നത് അത് സംഭവിക്കാൻ വേണ്ടി. പലപ്പോഴും നമ്മളിതൊക്കെ അത്ഭുതം നടക്കും, അടയാളം നടക്കും, ദൈവം പരിപാലിക്കും, ദൈവം സഹായിക്കും എന്നൊക്കെ നമുക്ക് ബോധ്യമൊക്കെ ഉണ്ട്. അത് സംഭവിക്കാൻ വേണ്ടി, അത് നിറവേറാൻ വേണ്ടി എന്തുമാത്രം വേദനയോടെ നീ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. അതാ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ആ ഹൃദയവേദനയോടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ ഏലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് 43-ാം വചനം പറയാണ്. എന്താ വചനം പറയാ? അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. ഭൃത്യൻ പോയി കടലിലേക്ക് നോക്കി. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? പ്രവാചകരോട് ഭൃത്യം പറയാ, പ്രവാചക, ഒന്നുമില്ല, നത്തിങ്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു സഹായം ലഭിച്ചിട്ടില്ല, നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഉടനെ പ്രവാചകൻ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആണോ സഹോദരങ്ങളെ? ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത് വരെ, കർത്താവ് അരുളി ചെയ്ത ആ വാഗ്ദത്തങ്ങള് അത് നിറവേറുന്നത് വരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവിടെയാണ് അത്ഭുതങ്ങൾ രൂപപ്പെടുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഏലിയുടെ വഴിക്ക് പോയില്ല സഹോദരങ്ങളെ. ഏലിയ തന്റെ ഭൃത്യനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ 7 പ്രാവശ്യം കടലിൽ പോയി നോക്കുക. കണ്ടോ? അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം നീ ഇങ്ങനെ ചെയ്യുക. നീ 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യും. എന്താണ് അതിന് അർത്ഥം സഹോദരങ്ങളെ? 7 എന്ന് പറയുന്ന പരിശുദ്ധ ബൈബിൾ പൂർണ്ണതയുള്ള സംഖ്യയാണ്. ഇത് പറഞ്ഞാൽ നീ അത് കാണുന്നത് വരെ, കടലിൽ നിന്ന് ഉയർന്നു വരുന്ന കാർമേഘം കാണുന്നത് വരെ നീ അത് നോക്കിക്കൊണ്ടിരിക്കുക.
ഞാൻ അതുവരെ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുന്നത് വരെ, കർത്താവിന്റെ പ്രോമിസ് നിറവേറുന്നത് വരെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടത് ഈ സമർപ്പണമാണ്. ഉടനെ ഇതിങ്ങനെ തുടരുക, ഈ പ്രോസസ്സ് തുടരുകയാണ്. 44-ാം വചനത്തിൽ നമ്മൾ കാണുകയാണ്, 7 പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നു. ചെറിയൊരു മേഘം, ഈ മനുഷ്യകരത്തുള്ളൊരു മേഘം പൊന്തി വരുന്നു. ഏലി അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. ഒരു കൈമേഘം കണ്ടു. അതാണ് നമ്മൾ ആ ഇന്ത്യകാല അഭിഷേകത്തിൽ പാടുന്നില്ലേ, കൈമേഘം വന്നതുപോ. അന്ന് പാടിയ മക്കളെ, നമ്മളിന്ന് പാടിയേ. അങ്ങനെ പാട്ടുണ്ടല്ലോ, കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം വന്നതെന്നോ, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം വന്നതുപോ. അതാണ് ആ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ ശക്തി. ആ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ സംഭവിക്കുന്നത്, മാനസാന്തരങ്ങൾ ഉണ്ടാകും, റിവൈവലുകൾ ഉണ്ടാകുന്നു, ഇവാഞ്ചലൈസേഷൻ, വേഗത അത് ത്വരിതപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കി തീക്ഷണതയോടെ പ്രാർത്ഥിക്കണം. എല്ലാ ഭാരം കർത്താവിനെ കൊടുക്കുക, എല്ലാ പ്രയാസങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു എന്താ വചനം പറയുന്നത്? നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും.